നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് രണ്ടുപേർ. അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തലുകൾ പോലും ആവശ്യമില്ലാത്ത രണ്ടുപേരാണ്. ലെമൺ ആൻഡ് സ്പൂണിന്റെ മത്സരത്തിലെ നിയമാവലി എന്ത് എന്ന ചോദിച്ച ചോദ്യത്തിന് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന നിയമാവലി എഴുതി നമ്മുടെയൊക്കെ മനസ്സ് നിറച്ച പ്രിയപ്പെട്ട അഹാനും അഹാന്റെ അമ്മ നിമ്യയുമാണ് ചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. നിമ്യ, ഈ പാരന്റിങ് എന്ന് പറയുന്ന വലിയ കടമ്പ അത് ഗംഭീരമായിട്ട് ഈ മകൻ 3ാം ക്ലാസ്സിലായപ്പോൾ തന്നെ അത് ഗംഭീരമായിട്ട് നിമ്യ കൊണ്ടുപോകുന്നു എന്നുള്ളതിന് തെളിവാണ് മകന്റെ ആ എഴുത്ത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ആ സംഭവം ഇത്ര വൈറലായത്? ഓണപരീക്ഷ കഴിഞ്ഞിട്ട് മലയാളത്തിന്റെ എക്സാം ഷീറ്റ് കിട്ടി. എല്ലാം കിട്ടി. ഏറ്റവും ഒടുവിലാണ് മലയാളത്തിന്റെ എക്സാം ഷീറ്റ് കിട്ടിയത്. അപ്പം നമ്മൾ വെറുതെ ചെക്ക് ചെയ്യുമല്ലോ, എന്തൊക്കെ എഴുതി, എങ്ങനെയാണ് എന്നൊക്കെ അറിയാം. അപ്പം അതിൽ ഫുൾ മാർക്ക് ഉണ്ടായി. അപ്പം ഞാൻ എഴുതിയത് എന്താണ് എന്നറിയാനുള്ള ഒരു കൗതുകത്തിന് പുറത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണല്ല ഈ നിയമാവലി, അതായത് ഒരു കളിയുടെ നിയമാവലി എഴുതുക. അതിന് തൊട്ട് മുകളിൽ വേറൊരു കളിയുടെ നിയമാവലി അവർക്ക് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നിയമാവലി എന്തൊക്കെയാണ്, ഇഷ്ടപ്പെട്ട കളി അതിന്റെ നിയമാവലി. അപ്പം ഇവൻ നാരങ്ങയും സ്പൂണും എഴുതി. അപ്പൊ അതിന്റെ നിയമാവലിയായിട്ട് ഒരു 6 എണ്ണം എഴുതി. അതില് 5ാമത്തത് അവൻ എഴുതിയത് നാരങ്ങ നിലത്ത് വീണാൽ അത് എടുത്തിട്ട് വീണ്ടും വെച്ചിട്ട് നടക്കണം എന്നുള്ള സാധനം. അപ്പൊ ഞാൻ അത് വായിച്ചു. പിന്നെ ലാസ്റ്റിലത്തെ നിയമാവലിയായിരുന്നു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഞാനപ്പോ ഇവനെ നോക്കിയിട്ട് ചിരിച്ചു. എന്തിനാ അമ്മ ചിരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതോ ചോദിച്ചു. ഞാൻ അപ്പൊ അതിന് വേറൊന്നും ചിന്തിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കുഴപ്പമില്ലല്ലോ, കൊള്ളാലോ എന്നുള്ളൊരു സാധനം തോന്നില്ലേ നമുക്ക്. അപ്പൊ ഞാനത് നേരെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങനെ തന്നെ ഇട്ടു. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇട്ടു. ഞാനത് അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഭീകരമായിട്ട് അത് ഷെയർ പോയി പല സോഷ്യൽ മീഡിയ പേജുകളിൽ. അങ്ങനെ പോയി. പിന്നെ KS രതീഷ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട്, അവര് ഷെയർ ചെയ്തപ്പോഴാണ് ഞാനത് വീണ്ടും ശ്രദ്ധിക്കുന്നത്. അപ്പം അവിടെ സാധനം പോയി എന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെയാണ് മന്ത്രിയുടെ പേജ് പിറ്റേ ദിവസം രാവിലെയാണ്, അതായത് ഇട്ടു, തലേ ദിവസം രാത്രിക്ക് ഇട്ടു, പിറ്റേ ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു മന്ത്രിയുടെ പേജിൽ രാവിലെ 7 മണിക്ക് മന്ത്രിയുടെ പേജിൽ ഇത് കാണും. കറക്റ്റ് 7 മണിക്കാണ് മന്ത്രി. ഇല്ല, ഞാൻ തന്നെയാണ് കാണുന്നത്. എനിക്ക് രാവിലെ എണീറ്റ് ഫേസ്ബുക്ക് നോക്കണ പരിപാടി. അപ്പൊ ഞാൻ നോക്കുമ്പോ മന്ത്രിയുടെ പേജിൽ നേരെ ഈ കാണുന്നു. നമുക്ക് വരുമല്ലോ നമ്മളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, അൽഗോരിതം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്നത് കണ്ട് ഞാൻ കൂടെ വണ്ടടിച്ചു. പിന്നെ അപ്പം മുതൽ കോളാണ്, നിറയെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. കാരണം മന്ത്രിയുടെ പേജിലേക്ക് വരുമ്പോഴേക്ക് അത് പിന്നെ മാറി. അപ്പൊ പിന്നെ എല്ലാരും ആളായി ബഹളായി എന്ന് പറഞ്ഞ അവസ്ഥയായി. നമുക്ക് ഇത് എഴുതിയ അഹാനെ അക്കു എന്നാണ് വിളിക്കുക. അപ്പൊ അഹാൻ മോനെ, ഇപ്പോ മോൻ എഴുതിയ ആ ഒരു വരി, അത് ഞാൻ ചോദിക്കട്ടെ, നിയമാവലി എഴുതാൻ പറഞ്ഞൊരു ചോദ്യം വന്നപ്പോ അത് എവിടുന്ന്, അത് ആരായിരുന്നു മോനോട്? എപ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും കളിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മോനോട്? അത് ആരാ മോനോട് പറഞ്ഞത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിൽ തോന്നിട്ട് എഴുതിയതാ? അക്കുന് അങ്ങനെ മനസ്സിൽ തോന്നിയോ? ആണോ? അപ്പൊ ആദ്യത്തെ ഏതൊക്കെയായിരുന്നു എഴുതിയിരുന്നത്? നാരങ്ങ സ്പൂണിന്റെ നിയമാവലിയിൽ ആദ്യത്തെ ഉത്തരങ്ങൾ ഏതൊക്കെയായിരുന്നു? 5 പേർക്ക് മത്സരിക്കാം. ശരി, 5 പേർക്ക് മത്സരിക്കാം. പിന്നെയോ? രണ്ടാമത്തെ വരിയിൽ കൂടി തന്നെ നടക്കാവുള്ളൂ. ഓ ശരി. പിന്നെ മൂന്നാമത്തെ വരി തെറ്റിയാൽ പുറത്താകും. ശരി. നാരങ്ങ നിലത്ത് വീണാൽ പിന്നെയും എടുത്ത് വെച്ച് വേണം നടക്കേണ്ടത്. ഓക്കെ. നാരങ്ങ നിലത്ത് വീണാൽ പിന്നെയും എടുത്തു വെച്ച് വേണം നടക്കേണ്ടത്. 5ാമത്തെയാണ് വൈറലായത്, ആണോ? അത് എഴുതി കഴിഞ്ഞ അമ്മ ഇങ്ങനെ വന്ന് ചോദിച്ചില്ലേ മോനോട്, ഇതാണോടാ ഇങ്ങനെയാണോടാ എഴുതുന്നതെന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്താ തോന്നിയത് മോൻ? അപ്പൊ എന്തായിരുന്നു മറുപടി? പറഞ്ഞു, അക്കു ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു കേട്ടോ. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നന്നായി സംസാരിക്കുന്ന ആളാണ്. ക്യാമറയൊക്കെ ഓൺ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. അക്കു പറയും. അപ്പൊ എഴുതി കഴിഞ്ഞ അമ്മ, ഇതിപ്പോ വൈറലായി, മന്ത്രി അപ്പൂപ്പനെ കാണാൻ പറ്റി, നിയമസഭയിൽ എത്താൻ പറ്റി, ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ടോ? ആണോ? എന്നിട്ട് ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു ഇത് വൈറലായപ്പോ? കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞോ? അതിന് ഫുൾ മാർക്ക് കിട്ടിയല്ലേ? ആ മലയാള എക്സാമിന് ഫുൾ മാർക്കാണ്. എത്ര മാർക്കായിരുന്നു? ഫുൾ 25. ടീച്ചറെ നോക്കി ടീച്ചർ ശ്രദ്ധിച്ചിട്ടില്ല ഇതല്ലേ? അമ്മയാണ് ഇത് കണ്ടുപിടിച്ചത്.
ടീച്ചർക്ക് 3 ദിവസമായിട്ട് പനിയേനു. അതുകൊണ്ട് ആണോ? ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ മോന്? മലയാളം. മലയാളം തന്നെയാണ് ഇഷ്ടം. അപ്പൊ മലയാളം ടീച്ചറിനെ ഇഷ്ടമായിരിക്കുമല്ലോ. മലയാളം ടീച്ചറിന്റെ പേരെന്താ? ബീന. ബീന ടീച്ചർ ഇത് കാണുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ അതാ അക്കു അഹാൻ, നമ്മുടെ അഹാൻ എന്താ ടി-വിയിൽ എന്ന് പറയുമായിരിക്കും ടീച്ചർ കാണുമ്പോ. ടീച്ചറിനോട് എന്താണ് പറയാനുള്ളത്? ടീച്ചറോട് ടീച്ചർ എങ്ങനെയാ? ആളെങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? ചില സമയത്ത് കോമഡിയാ. എന്തൊക്കെയാ കോമഡി പറയണേ? പഠിപ്പിക്കണതിന്റെ ഇടയ്ക്ക് കോമഡി പറയോ? അത് എന്തെങ്കിലും നിലത്ത് വീണാലും എന്തെങ്കിലും കോമഡിയാ. കോമഡി പറയും. പിന്നെ എന്തൊക്കെയാ അഹാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോൺ കാണോ? കുറച്ച് സമയം കാണുള്ളൂ നിമ്യ? കുറച്ച് സമയം. എല്ലാത്തിനും ടൈം ടേബിൾ ഉണ്ടോ? അങ്ങനെ ടൈം ടേബിൾ ആയിട്ടില്ല, പക്ഷെ ഫോൺ ഉപയോഗം കുറച്ച് കുറവാണ്. ടി വി കാണും. അത് ഭീകരമായിട്ടുണ്ട് അത്യാവശ്യം. എന്താണ് അക്കു അഹാൻ ടിവിയിൽ കാണുക? കാർട്ടൂൺ. ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ ഏതാ? എന്തൊക്കെയാ കാണുന്നത്? ഏതൊക്കെ കാർട്ടൂണാ കാണുന്നത്? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ കാണുന്നത്? ഇംഗ്ലീഷും മലയാളം കാണും. രണ്ടും കാണും. എന്നാലും ഏതാ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചോദിച്ചാൽ ആരായിരിക്കും? അമ്മയോട് ചോദിക്കണോ? എനിക്ക് അങ്ങനെ ആവണം എന്നൊക്കെ തോന്നിയിട്ടുള്ള ക്യാരക്ടർ ആരായിരിക്കും? ശിവ അല്ലേ? ശിവ മറ്റേ സൈക്കിളിൽ വരുന്ന കുട്ടിയല്ലേ? ഇഷ്ടാണ് ശിവയെ? ആണോ? എന്താണ് ശിവയുടെ പ്രത്യേകത? എന്താണ് അത്? കൊറേ ഗാഡ്ജറ്റ്സ് ഉണ്ട് സൈക്കിളില്. പവർ സൈക്കിളാണ് അല്ലേ അത്? ഓ ശരി ശരി. അപ്പോ അഹാന് സൈക്കിള് ഓടിക്കാൻ അറിയാമോ? ആണ്. ഇഷ്ടമുള്ള കളി എന്താ? സ്കൂളിൽ കൂട്ടുകാരായിട്ടൊക്കെ എപ്പോഴും കളിക്കുന്ന കളി ഏതാ? ഫുട്ബോൾ ഇഷ്ടമാണോ? ആരെ ഇഷ്ടം? ഏത് ടീമിനെ ഇഷ്ടം? ഏത് രാജ്യത്തെ ഇഷ്ടം? പോർച്ചുഗൽ. അപ്പൊ പിന്നെ ആരായിരിക്കും ഞാൻ ചോദിക്കണ്ടല്ലോ അല്ലെ? ആരുടെ ഫാനാണ്? റൊണാൾഡോനെ പോലെ മുടി വെട്ടണം എന്നൊക്കെ പറയോ അമ്മയോട്? അമ്മ പറഞ്ഞ റൊണാൾഡോ ആയ അമ്മ എല്ലാരെക്കാട്ടും കുറഞ്ഞ റൊണാൾഡോന്റെ നമ്പർ ബാക്കിലെത്ത. ഓ അതുകൊണ്ടാണോ? അമ്മ റൊണാൾഡോ ഫാനാണോ? ആണ്. നിമ്മ എങ്ങനെയാണ്? ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് നമ്മള് പുതിയ അമ്മമാർക്ക്, ഞാൻ പറഞ്ഞ ഇപ്പോ ഉള്ള തലമുറയിലുള്ള അമ്മമാർക്ക് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കഷ്ടപ്പാടാണ്. പഴയ പോലെ അല്ല. പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്ത് വിടണം, അതേസമയം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പൊ എങ്ങനെയാണ് മോൻ നന്നായി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടോ? അത്യാവശ്യം വായന എഴുത്തുണ്ട്. ഞാനത് നേരത്തെ തന്നെ നമ്മള് ഈ ശീലിപ്പിക്കില്ലേ, അങ്ങനെ നന്നായി വായിക്കണം, വായിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റൂ, അങ്ങനെയൊക്കെ പറയും. എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ വായന നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ബുക്സ് വായിപ്പിക്കും. പിന്നെ ഈ ബാലഭൂമിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് അതിങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. കുട്ടി മാസികകളില്ലേ, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഇപ്പൊ സ്കൂളിൽ നിന്ന് അവർക്ക് ലൈബ്രറി ഉണ്ട്, എല്ലാ വീക്കിലും എടുത്തിട്ട് റിവ്യൂ എഴുതണം വായിച്ചതിന്റെ. അതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം വായനാശീലിപ്പ് ഉണ്ട്. ആണല്ലേ? ഞാൻ അക്കുനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ട്. അത് ചോദിക്കട്ടെ അക്കു? എപ്പോഴെങ്കിലും ഏതെങ്കിലും കളിയിൽ മത്സരിച്ചിട്ട് അക്കുനെ ആരെങ്കിലും തോറ്റപ്പോ കളിയാക്കിയിട്ടുണ്ടോ? കളിയാക്കിയിട്ടില്ല. അക്കു ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? പക്ഷെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കളിയാക്കുന്നേ? ടിവിയിൽ കണ്ടോ? എവിടെയാ കണ്ടത്? അത് എങ്ങനെയായിരുന്നു സംഭവം? എന്ത് ചെയ്തപ്പോഴാ? ആരാ കളിയാക്കിയത്? അതൊരു ഗെയിം. അതില് ജയിച്ച കുട്ടി തോറ്റ കുട്ടി കളിയാക്കുമ്പോ സങ്കടം. അതുകൊണ്ട് ഓ, ജയിച്ച കുട്ടി തോറ്റ കുട്ടിയെ കളിയാക്കിയപ്പോ തോറ്റ കുട്ടിയുടെ സങ്കടം അക്കു കണ്ടു അല്ലേ? അപ്പൊ അന്നേരം മനസ്സിൽ കയറിയതാണത്. അപ്പോഴാണ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുന്നത്. എന്നാ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ എഴുതി. നിമ്മിക്ക് ആദ്യം അതൊന്നും കത്തിയില്ലെങ്കിലും പിന്നെ ആ മനസ്സിലെ നന്മ അല്ലെ, ആ ഒരു സന്തോഷം നമ്മള് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ആ ഒരു നിയമാവലി എന്ന് പറയുമ്പം ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നുള്ള സാധനം ഒരിക്കലും ഒരു നിയമാവലിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ എനിക്കതൊരു തമാശയായിട്ടാ തോന്നിയത്. പിന്നെയാണ് അത് അങ്ങനെയല്ല, അതിൽ കുറച്ചൊരു നന്മയുണ്ടല്ലോ എന്നുള്ള സാധനം തോന്നിയത്. ശരി. അക്കു തിരുവനന്തപുരത്ത് വന്നിട്ട് എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്? ഫ്ലൈറ്റില് ആദ്യമായിട്ടാണോ കയറുന്നത്? രണ്ടാമത്തെ തവണയാണ് കയറുന്നത്. ആദ്യം കയറിയത് എപ്പോഴായിരുന്നു? 1 വയസ്സുള്ളപ്പോഴോ? നിമ്മ എവിടെ പോയതായിരുന്നു 1 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട്? ഞങ്ങളൊരു ചെന്നൈ യാത്രയിൽ പോയതാ. അപ്പൊ തിരിച്ചു വരുമ്പം കണ്ണൂര് എയർപോർട്ട് വന്ന ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ ഒരാഗ്രഹത്തിന്റെ പുറത്ത്. ഓക്കെ. അപ്പൊ 1 വയസ്സിലെ അക്കുവിന് അത് ഓർമ്മയില്ല, പക്ഷെ ഇപ്പൊ വന്നത് എന്തായാലും മറക്കാൻ സാധ്യതയില്ല. ഒരു അനുഭവ കുറിപ്പൊക്കെ എഴുതണമെന്നുണ്ടോ? അമ്മ പറഞ്ഞു.
എങ്ങനെയായിരിക്കും അനുഭവക്കുറിപ്പ് തുടങ്ങുന്നത് എഴുതുന്നതൊന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട്? ഒരുപാട് പിള്ളേർ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. എന്നാലും എങ്ങനെയായിരിക്കും ആദ്യത്തെ വരി എന്തായിരിക്കും? ഇന്ന് ഞാൻ അച്ഛനും അമ്മയും ഞാനും കൂടി ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് പോയി. ഫ്ലൈറ്റ് പോകുന്ന വഴിയിൽ കാർമേഘം കാരണം ഷേക്കായി. ആണോ? എന്നിട്ടോ? എന്നിട്ട് ഞാൻ ചെറുങ്ങനെ പേടിച്ചു. ഫ്ലൈറ്റ് പോയി ഞങ്ങൾക്ക് പേടിയായിരുന്നോ? അമ്മ അച്ഛനും അടുത്തുണ്ടായിട്ടും പേടിയായി? അച്ഛൻ അപ്പുറത്തെ സീറ്റില. അമ്മയുടെ മടിയിലായിരുന്നോ? പിന്നെയോ? ഞങ്ങളുടെ 2 സീറ്റിലായിരുന്നു. ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും അത്ഭുതം തോന്നിയതും ഒക്കെ എന്തായിരുന്നു ഈ യാത്രയില്, തിരുവനന്തപുരത്തേക്കുള്ള യാത്രയില് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? രാത്രിയിൽ നിയമസഭയിൽ പോയി. നമ്മൾ ടിവിയിൽ കണ്ടിട്ടുള്ള നിയമസഭ നേരിട്ട് കണ്ടു, അകത്ത് കയറിയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. ഒരു പ്രാവശ്യം കണ്ടിന് വന്നിട്ട്. ആണോ? അത് സ്കൂളിൽ നിന്ന് വന്നിട്ടാ? അല്ല. പിന്നെയോ? എല്ലാണ്ട് ടൂർ വന്നല്ലോ. ഓ, ടൂർ വന്നു. എന്നിട്ടോ? അന്ന് അകത്ത് കയറ്റിയിട്ടില്ല. അന്ന് അകത്ത് കയറ്റൂല. ഇന്ന് വന്നത് അതിഥിയായിട്ടല്ലേ? അല്ലേ? വിളിച്ചിട്ടല്ലേ വന്നത്? ആണോ? അപ്പൊ ആ ഗംഭീരായിട്ട് വന്നു. നിമ്യ പറയും, നിമ്യക്കും കൂടി ആ ഒരു ഭാഗ്യം മകനിലൂടെ അല്ലേ? അതെ, നമുക്ക് മുൻപ് ഇതേപോലെ തന്നെ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് സന്ദർശക ഗാലറിയിലായിരുന്നു പഠിക്കുന്ന സമയത്ത് വന്നത്. പക്ഷെ ഇപ്പം സ്പീക്കറുടെ തൊട്ടടുത്ത് ഡിവിയില് ഇരിക്കാൻ പറ്റാന്നുള്ളത് അതൊന്നും ഇവൻ വഴി വന്നതാണ്. അതിൽ ഭയങ്കര സന്തോഷം. ആരൊക്കെയാണ് കണ്ടത്? അവരുടെയൊക്കെ റെസ്പോൺസ് എന്തായിരുന്നു? എങ്ങനെയാണ് ഇവിടുന്ന് അറിയിക്കായിരുന്നു വരാനായിട്ട്? ഇവിടുന്ന് സ്പീക്കറുടെ PA നേരിട്ട് വിളിച്ച് സംസാരിച്ചു. നമ്മുടെ ടൈം ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല, എപ്പോഴായാലും പ്രശ്നമില്ല പറഞ്ഞപ്പോ അവര് നേരെ ചാർട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഭയങ്കര സെലിബ്രിറ്റി ആയിരുന്നു പുള്ളി. ഇപ്പോഴും അവൻ അതിന്റെ ഒരു വാല്യൂ അറിയില്ല, അതാണ് പ്രശ്നം. 3 വയസ്സ് അല്ല 3ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ അവൻ അതിന്റെ ഒരു വാല്യൂ അറിയണമെങ്കിൽ ഈ ഫോട്ടോയൊക്കെ കുറച്ച് പിന്നീട് കാണിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാരും വരുന്നു, MLA മാര് വരുന്നു, എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു. അവനതൊന്നും MLA മാരെ ഒന്നും കറക്റ്റ് അറിയില്ലല്ലോ. ശരി, എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടപ്പോ എന്തായിരുന്നു? ആരാണ് വിദ്യാഭ്യാസ മന്ത്രി? ആരാണ് നമ്മുടെ വി ശിവൻകുട്ടി. ഓക്കെ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞ, എന്തൊക്കെ ചോദിച്ചെന്ന് പറയൂ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഫോട്ടോ എടുത്തോണ്ട് ഷേക്കേണ്ടെന്ന്. എന്നിട്ട് സ്കൂളിന് PTR ഒരു കത്ത് കൊടുത്ത്. അതെന്തായിരുന്നു? അത് കളിസ്ഥലം, സ്കൂളിൽ കളിസ്ഥലം വേണം. ആണോ? അതാ പറയും. നിങ്ങളുടെ കളിക്കാൻ സ്ഥലമുണ്ട്. പേരൊക്കെ പറയൂ. സ്കൂളിന്റെ പേര് O ചന്ദ്രൻ സ്മാരക വില്യമാടവിൽ ഗവൺമെന്റ് UP സ്കൂൾ. ആ സ്കൂളിന് കളിസ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് മന്ത്രിക്ക് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് കത്ത്, അല്ലേ? അപ്പൊ ബാക്കില് സ്ഥലമുണ്ട്, ഡോക്ടർ തരുമോന്ന് അറിയില്ലേ? എന്താണ്? ഡോക്ടറുടെ സ്ഥലമുണ്ട് പുറയില്, ഡോക്ടർ തരുമോന്ന് അറിയത്തില്ല. മന്ത്രിയോട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് മിനിസ്റ്റർ എന്താ പറഞ്ഞത്? മിനിസ്റ്റർ നോക്കാന്ന് പറഞ്ഞു. ഡോക്ടറെ ആ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവോ ഞങ്ങള്, അല്ലേ? നമ്മള് ടിവിയിലൂടെയും കൂടി ഒന്ന് ചോദിക്കാണ്. ഡോക്ടർ കനിഞ്ഞാൽ നമുക്കൊരു കളിസ്ഥലം കിട്ടും, ഫുട്ബോൾ കളിക്കാം, അല്ലേ? അവിടെ കളിസ്ഥലം ഉണ്ടോ ഇപ്പൊ സ്കൂളിൽ? ചെറിയ എന്താണ് നിമ്മി അവിടെ പ്രശ്നം? എന്താണ്? അവിടെ റോഡിനോട് ചേർന്നിട്ടാണ് സ്കൂൾ. അപ്പൊ കുഞ്ഞി കളിസ്ഥലം എന്ന് പറയാൻ പറ്റില്ല, വളരെ കുഞ്ഞി സ്പേസ് മാത്രമേ ഉള്ളൂ അവിടെ. മക്കൾക്ക് ആസ്വദിച്ച് കളിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. ഹൈസ്കൂളാണ് ഇത്? ഇല്ല, UP വരെ ഗവൺമെന്റ് UP സ്കൂളാണ്. ഓ ശരി. മോൻ ആദ്യം മുതലേ അവിടെയാണ്? അതെ, LKG കോവിഡ് കൊണ്ടുപോയതുകൊണ്ട് UKG മുതൽ അവിടെയാ. അപ്പം അക്കുവിന്റെ ഫ്രണ്ട്സ് ആരാണ്? സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എന്നാലും പേര് പറഞ്ഞോളൂ. അവരൊക്കെ TV കാണുമ്പോ അവരൊക്കെ എന്റെ പേര് പറഞ്ഞു അഹാൻ എന്ന് പറയില്ലേ? പേര് പറയൂ. യാലിൻ, അൻവിൻ, ആഷ്മിക്, ഐറിഷ്. ഞാൻ ചോദിക്കുന്ന നിമ്യ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് പറയാറുണ്ടോ? പറയും. അതൊരു മൂടാ, എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും. ഏത് ടൈപ്പ് പുസ്തകങ്ങളാ കുഞ്ഞിന് വായിക്കാൻ കൊടുക്കുക? എല്ലാം പത്രമൊക്കെ വായിപ്പിക്കാറുണ്ടോ? പത്രം അവർക്ക് എഴുതാനുള്ളത് കൊണ്ട് അത്യാവശ്യം അങ്ങനെ വായിക്കും. ഡയറി എഴുതാറുണ്ട്? ഡയറി എഴുതും. ഡയറിയിൽ എന്തൊക്കെയാ എഴുതാ? അപ്പൊ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നവരെയുള്ള കാര്യങ്ങളാണ്? എഴുന്നേറ്റത് അങ്ങനെ
ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളല്ല, നമ്മൾ അന്നത്തെ ദിവസം എന്താണ് കാഴ്ചകൾ, അതിൽ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവില്ലേ? ടീച്ചർ പറഞ്ഞോ നല്ലതാണെന്ന്? അത് ഏത് ടീച്ചറാ ഡയറി എഴുതിപ്പിക്കുന്നേ? മലയാളം ടീച്ചർ തന്നെ. വേറെ ടീച്ചർമാരുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇംഗ്ലീഷ് ടീച്ചറിന്റെ പേരെന്താ? സലീന ടീച്ചർ. നല്ല ടീച്ചറാ? ഭയങ്കര ദേഷ്യമുള്ള ടീച്ചറാ? സ്ട്രിക്റ്റ് ആണോ? ആണോ? ഇംഗ്ലീഷ് ആണോ സ്ട്രിക്റ്റ്? ഇംഗ്ലീഷ് ആണ് സ്ട്രിക്റ്റ്. ഓ ശരി ശരി. അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണോ മോന്? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു പറഞ്ഞു ടീച്ചർ. ആണോ? ആരാകാൻ ഇഷ്ടം അഹാൻ? വലുതാകുമ്പോ ആരാകാൻ ഇഷ്ടം? പോലീസ്. പോലീസോ? അതെന്താ? അതറിയില്ല. അതെന്തുകൊണ്ട്? അവർ ആഗ്രഹം വരൂലേ? അനിയൻ പൈലറ്റോ ഏട്ടൻ പട്ടാളോ. എന്നുവെച്ചാ അതായത് കസിൻസ് ഉണ്ട്, അവരില് ഒരാൾക്ക് മറ്റേ പട്ടാളത്തിൽ പോവാൻ, ഇളയ ആൾക്ക് പൈലറ്റ് ആവാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവൻ പോലീസ്. അതോ ആളുകളൊക്കെ ഇടിക്കാം അങ്ങനെയാണോ? അല്ല അല്ല. പിന്നെ എന്താ പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസിന്റെ ജോലി എന്താ നോക്കട്ടെ? പോലീസ് ബസ് ഓടിക്കും. പോലീസിന്റെ ബസ് ഓടിക്കും. അതല്ലാതെ പോലീസിന് എന്താണ്? പോലീസ് ഡ്രൈവർ ആകാം അല്ലെ? ഓക്കെ. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ജീപ്പൊന്നും വേണ്ട, ബസ് മാത്രം. മറ്റേ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന ബസ് ഉണ്ടല്ലോ, വലിയ ബസ്, അത് ഓടിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഡ്രൈവിങ്ങിനെ കുറിച്ച് അറിയാമോ മോൻ എന്തെങ്കിലും? എത്ര വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ലൈസൻസ് കിട്ടുക? 18. അതൊക്കെ അറിയാം. ഓ 18 വയസ്സിൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വേറെ? ഹെലികോപ്റ്റർ ഓടിക്കുന്നതല്ല ഞാൻ ചോദിച്ചാൽ, വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒരു മനുഷ്യന് 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി എന്നാണ്. അപ്പൊ ലൈസൻസ് കിട്ടും. പിന്നെയോ? കോളേജില് എന്തിനു വേണമെങ്കിലും പഠിക്കാൻ പോവാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ പോവാം. അമ്മ എന്തെങ്കിലും പറയുമ്പോ പറയാറുണ്ടോ 18 വയസ്സ് കഴിയട്ടെ എന്ന് പറയാറുണ്ടോ? എന്തെങ്കിലും ആഗ്രഹമൊക്കെ പറയുമ്പോ? അമ്മ പറയലുണ്ട് 18 വയസ്സ് ഒരു പ്രാവശ്യം അച്ഛൻ മടിയിലിരുത്തിയിട്ട് വണ്ടിന്ന് ഇങ്ങനെ സ്റ്റിയറിംഗ് വളക്കെല്ലാം ചെയ്തു. അപ്പൊ പറഞ്ഞു 18 വയസ്സ് കഴിയുമ്പോ വണ്ടി വാങ്ങാം, ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞു. അച്ഛൻ വലിയ വണ്ടി വാങ്ങാൻ പറഞ്ഞു. പക്ഷെ അച്ഛന്റെ വണ്ടി എവിടെയാ വെക്കേണ്ടതെന്ന് അറിയില്ല. ചെറിയ സ്പേസ് ചെറുതാണല്ലേ? ഓ ശരി ശരി. അപ്പൊ നമുക്ക് വലുതാകുമ്പോഴത്തേക്ക് ഒരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് വലിയ വണ്ടിയൊക്കെ വാങ്ങിയിടാം. ഓക്കെ. ഏറ്റവും ഇനി എന്താണ് ഏറ്റവും ഒരു ആഗ്രഹം, മുന്നിലുള്ള ഒരു ആഗ്രഹം എന്താണ്? ഇപ്പൊ ഫ്ലൈറ്റിൽ കയറി, പിന്നെ നിയമസഭ കണ്ടു, ഇനിയുള്ള ഒരു ആഗ്രഹം എന്താ? ഹെലികോപ്റ്റർ കയറണം. നിമ്യ ഓക്കെ അല്ലേ? ഇങ്ങനെ പറയാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ടോ മോൻ? അവൻ ഓരോ പ്രാവശ്യം അവന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോ പറയും കാനഡയിലെ ട്രക്ക് ഓടിക്കണം, കാനഡയിലെ ട്രക്ക് ഓടിക്കണം. ചിലപ്പോ പറയും പട്ടാളത്തിൽ പോണം, മീൻ പിടിക്കാൻ പോണം. അതെ, മീൻപിടുത്തക്കാരനാവണം. അങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങളാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണാറുണ്ടോ? യൂട്യൂബേഴ്സിനെ ഒക്കെ കാണാറുണ്ടോ? അത്യാവശ്യം. അതിന്റെ കുറച്ച് അവന്റെ പപ്പ കാണുമ്പോ കൂട്ടത്തിൽ കാണും. അതിന്റെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട്. യാത്രകളോട് ഭയങ്കര ക്രേസ് ആൾക്ക്. ശരി ശരി. അപ്പൊ ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്നതും അതൊക്കെ ഇഷ്ടാണ്. പക്ഷെ അവനായിട്ട് ചെയ്യില്ല, അവന് കാണാൻ ഇഷ്ടം, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ മോന് ഭയങ്കര തിരക്കായില്ലേ നിമ്യ? അതിനെങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ അത് മാനേജ് ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ്. ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ ആണ്. അപ്പം ബിസി ലൈഫാണ് ഇപ്പൊ അത്യാവശ്യം. ഇവന്റെ ഇത് വന്നതോടുകൂടി അത് കൂടെ പെട്ടിട്ടാണുള്ളത്. ഫോൺ കോളുകള്. മനസ്സ് തൊട്ട ഒരു അഭിപ്രായം മകനെ കുറിച്ച്, മിടുക്കന എന്ന് പറഞ്ഞത് നിമ്യക്ക് മറക്കാനാകാത്തൊരു അനുഭവം എന്തായിരിക്കും? അതല്ല, എനിക്ക് അത് സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അവരാണ് ഇവനെ ഏറ്റവും കൂടുതൽ ടൈം കാണുന്നത്. നമ്മൾ ഈ രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴാണ് ഇവനെ കാണുന്നത്. അത് വളരെ കുറച്ച് സമയം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇവരുടെ അധ്യാപകരുടെ കൂടെയല്ലേ. അപ്പൊ അവര് പറയുന്ന അഭിപ്രായങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നാറ്. അവർ പറയും നല്ല കുട്ടിയാണ്, നന്നായിട്ട് എഴുതും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, എഴുതും വായിക്കും എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതുപോലെ റൈറ്റിംഗ്, ഉപന്യാസം, കഥ അങ്ങനെയൊക്കെ പങ്കെടുക്കാം? ചിത്രരചന നിൽക്കും. കഴിഞ്ഞ തവണ എന്തോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറുന്ന പരിപാടി നമുക്ക് ശരിയാവില്ല. ചിത്രരചനയ്ക്ക് എന്തായിരുന്നു മോനെ സബ്ജക്ട് തന്നത്? എന്തായിരുന്നു വരയ്ക്കാൻ പറഞ്ഞത്?
പൂന്തോട്ടം. നമ്മൾ എന്തൊക്കെ വരച്ചു? നമ്മൾ ഭാവന വിടർത്തി എന്തൊക്കെയാണ് വരച്ചത്? മല, സൂര്യ, മല, സൂര്യൻ, വീട്, വീട്, പൂ, പൂവ്, ആകാശം, ആകാശം, പിന്നെ ആ കാക്കയും വരച്ചു, പിന്നെ തെങ്ങ്. തെങ്ങ്. ഫ്രഷ് സ്ഥിരം സാധനം. ഫ്രഷ് ആയിട്ട് നമ്മൾ വരച്ചു, പക്ഷെ ഭംഗിയായിട്ട് വരച്ച് ഫസ്റ്റ് കിട്ടി അല്ലേ? എന്തെങ്കിലും ആരെയാ പേടി? ഏറ്റവും കൂടുതൽ പേടി എന്തിനെയാ? എന്ത് സാധനത്തിന് ഏറ്റവും കൂടുതൽ പേടി? ഡൈനോസർ. അതില്ലല്ലോ. ഉള്ള സാധനത്തിൽ എന്തിനാ പേടി? ഡൈനോസർ ഇപ്പൊ ഉണ്ടോ? ഡൈനോസർ ഇപ്പൊ ഉണ്ടോ? പണ്ടത്തെ കാലത്ത് ഏതോ ഗ്രാമത്തിലുണ്ട്. ഏതോ ഗ്രാമത്തിലുണ്ട്. അതൊക്കെ കാർട്ടൂണിൽ കാണുന്നതാണ്. ഓക്കെ. പിന്നെ കളികളുടെ കാര്യം പറഞ്ഞപ്പോ ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞു. ഫുട്ബോളിന്റെ നിയമങ്ങളൊക്കെ അറിയാവോ മോന്? കണ്ടുപിടിക്കണം, പഠിക്കണം അല്ലേ? എത്ര കളിക്കാരുണ്ടെന്നറിയോ? ഇങ്ങനെ ചോദിക്കാറുണ്ടോ നിമ്യ? ഓരോരോ കാര്യങ്ങൾ കണക്ട് ചെയ്തൊക്കെ ഇങ്ങനെ ചോദിക്കും. നമ്മൾ കാണുമ്പം എന്തെങ്കിലും പഠിക്കാൻ ഭാഗത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. ഇപ്പൊ ഉള്ള കുട്ടികളുടെ പ്രശ്നം ഇരിക്കില്ല എന്നുള്ളതാണല്ലോ. അവർ അടങ്ങി ഒരു ഇച്ചിരി സമയം ഇരിക്കില്ല എന്നുള്ളത്. അപ്പൊ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുക? അതാ നടക്കുമ്പോ തന്നെ നമ്മളിങ്ങനെ പിന്നാലെ നമ്മൾ നടക്കും, എന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അക്കുന് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് അക്കു? മന്തി. മന്തി, കുഴിമന്തി ആണോ? ചിക്കൻ ആണോ ബീഫാണോ? ചിക്കൻ. റൈസ് മാത്രമേ ഇഷ്ടമുള്ളൂ? ചിക്കൻ കഴിക്കില്ല? ഇഷ്ടല്ല, വലിയ താല്പര്യം. സോഫ്റ്റ് ആണെങ്കിൽ കഴിക്കും. പിന്നെ എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് വീട്ടിലിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തൊക്കെയാ ചെയ്യാ? TV കാണുമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ ചിത്രം വരയ്ക്കും. പിന്നെയോ? പിന്നെ ഡയറി എഴുതും, വായിക്കും. ലൈബ്രറി ഉണ്ടോ? വായിക്കും ബാലഭൂമി. പിന്നെ വായിക്കുവോ? ഒരു കഥ തന്നെ പിന്നെയും വായിക്കുവോ? മറന്നുപോവും. അതുകൊണ്ട് പിന്നെ. ഓ ശരി. ലൈബ്രറി ഉണ്ടോ സ്കൂളില്? പോവാറുണ്ടോ? പോവാറില്ല. ബുക്ക് അത് വായിച്ചിട്ട് എന്റെ റിവ്യൂ ചെയ്ത്. ഓ ശരി ശരി ശരി. നിമ്മ ഇനി എന്തൊക്കെയാണ് മോന്റെ ഭാവി പരിപാടികൾ? ഞാൻ ചോദിച്ചത് ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ടല്ലോ, പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളി വന്നോണ്ടേ ഇരിക്കുകയാണ്. എന്തൊക്കെയാണ്? ഉദ്ഘാടനം ഒക്കെ ഉണ്ടോ? ഉദ്ഘാടനം ഒന്നും ഇതിന് വന്നില്ല, അനുമോദനങ്ങളാണ് കൂടുതല്. നാട്ടില് ഭയങ്കര നാട്ടില് ടീച്ചർമാര്, പിന്നെ റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ എല്ലാരും മറ്റേ രാഷ്ട്രീയക്കാര് എല്ലാരും വിളിക്കുന്നുണ്ട് ഇവനെ. എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് ചോദിക്കുന്നത്. ചോദ്യത്തവൻ കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവന് തോന്നുമ്പോഴാണ് അവൻ പറയുന്നത്. അതെ, എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും മോന്റെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും. ഇതിനെക്കാട്ടി നന്നായി ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, പക്ഷെ ഇപ്പൊ ആ മൂഡിൽ ആയിരിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം എന്തായാലും ശരിക്കും അഭിനന്ദനങ്ങൾ പറയേണ്ടത് നിമ്മിക്കാണ്. കാരണം അത് കണ്ടെത്തിയിടുക എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഒരു പേപ്പർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മാർക്ക് മാത്രം നോക്കാതെ എന്താണ് എൻ്റെ കുട്ടി എഴുതിയത് എന്നുകൂടി നോക്കാൻ സമയം കാണിച്ചു. അതെടുത്ത് ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു. അത് ആ ഒരു നന്മ അത് മോനിലേക്ക് വന്നത് നിങ്ങളിലൂടെ തന്നെയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. അക്കു, ഓൾ ദ ബെസ്റ്റ്. എല്ലാ ആശംസകളും നേടുകയാണ്. ഇനി മുന്നോട്ട് ഗംഭീരമായിട്ട് പോകാൻ പറ്റട്ടെ. പോലീസ് ഡ്രൈവർ ആകാനുള്ള തയ്യാറെടുപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനൊക്കെ ഒരുപാട് പഠിക്കണ്ടേ നമുക്ക്? അപ്പൊ ഗംഭീരമായിട്ട് പഠിക്കുക, ഒരുപാട് വായിക്കുക. അത് പറ്റിയിട്ടില്ലെങ്കിൽ ബസ് ഡ്രൈവർ ആകാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാത്തിനും ആശംസകൾ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായിട്ട് എത്തിയത്. ഓക്കെ, ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.